നമ്മുടെ വീഡിയോയിൽ കുറച്ച് വോയിസ് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ആൾക്കാരൊക്കെ പറയുണ്ടായി. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇനിയുള്ള റിവ്യൂ നൈറ്റായിരിക്കും വരുന്നത്. ആ ഒരു കാര്യങ്ങളൂടെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്നൊരു കാര്യം, ഛോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു റിലീസായിരുന്നു എന്ന് ആ ഒരു കാര്യം വെച്ച് ആ സിനിമ കണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ കണ്ട സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തോന്നിയതും റിവ്യൂ പരമായുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഛോട്ടാ മുംബൈ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ആദ്യം റിലീസായത് 2007 ഏപ്രിൽ 6-നാണ്. അന്നാണ് ദിലീപിൻ്റെ വിനോദയാത്ര സിനിമ റിലീസായത്. അതും സെയിം ഡേറ്റിലാണ്, ക്ലാഷ് റിലീസായിരുന്നു. പിന്നെ ഏപ്രിൽ 14, 2007 ബിഗ് ബി എന്നൊരു സിനിമ ഇറങ്ങിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ക്ലാഷ് റിലീസായിട്ട് കണക്കാക്കപ്പെടുന്ന സിനിമകളൊക്കെ. ഇതിനകത്ത് ബിഗ് ബി എന്ന നേരിയ ഒരു അത്ര വലിയ ഹിറ്റും കാരണമല്ല, പക്ഷേ ശ്രദ്ധ നേടിയെങ്കിലും വലിയൊരു വിജയമോ കാര്യങ്ങളൊന്നുമല്ല. പിന്നെയാണ് ഈ സിനിമയ്ക്കുള്ള ഹൈപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ വിനോദയാത്ര, ആ സിനിമയും അത്യാവശ്യം നല്ലൊരു പടമായിരുന്നു. നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നേടി. പക്ഷേ ആ വർഷത്തെ ഒരു വിഷു ബേസ്ഡ് വിന്നർ ഛോട്ടാ മുംബൈ തന്നെയാണ്. അതിൻ്റെ സംശയവും കാരണമില്ല. അത് തന്നെയായിരുന്നു ഏറ്റവും മികച്ച ഒരു സിനിമയായിട്ട് മാറിയത്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇന്ന് ഛോട്ടാ മുംബൈ കണ്ട സമയത്ത് ആദ്യം സിനിമയുടെ എഴുതി കാണിപ്പിന് നല്ല മാറ്റം ഉണ്ടായിരുന്നു. എഴുതി കാണിപ്പും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ സിനിമയിൽ പണ്ട് ആ ഒരു ഇൻട്രൊഡക്ഷൻ സമയത്തൊന്നും അല്ലായിരുന്നു ഈ ഒരു എഴുതി കാണിപ്പും കാണിച്ച ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മോഹൻലാലിൻ്റെ പടങ്ങളൊക്കെ വെച്ചും അങ്ങനെ ഒരു ടാഗ് ലൈനോട് കൂടി ഒരു എഴുതി കാണിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗംഭീരമായിരുന്നു. പിന്നെ ഒട്ടനവധി താരങ്ങൾ ഈ സിനിമയിലുള്ളത് ഇവരിപ്പോൾ ഇല്ല, മരണപ്പെട്ടു പോയവർക്ക് ഒരു അനുമോദനം എന്നാണൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി പറ്റി. അതൊരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ആദരവ് എന്ന രീതിക്ക് അത് ഗംഭീരമായിരുന്നു. ഈ ഇടയ്ക്ക് മരിച്ച ആ ഒരു ക്യാൻസർ എന്ന് വെച്ചാൽ അതിനുള്ള നായിക പേര് ഓർമ്മയില്ല. ആ ഒരു നായികയ്ക്കും ഒരു ട്രിബ്യൂട്ട് എന്ന പോലെ സംഭവം കൊടുത്തായിരുന്നു. അത് ഗംഭീരമായിരുന്നു. പിന്നെ ഒട്ടനവധി താരങ്ങൾ, മണിച്ചേട്ടൻ, കൊച്ചിൻ ഹനീഫ, രാജൻ പി ദേവ്, കലാഭവൻ ഉള്ള ഒരു പുള്ളി ഈ ഇടയ്ക്ക് അദ്ദേഹം മരിച്ചായിരുന്നു. അദ്ദേഹവും എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ആദരവണക്കത്തൊരു കാര്യം കാണിച്ചായിരുന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ സിനിമ അത് കണക്ക് തന്നെയാണ്. കട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, കട്ടിങ് പോർഷൻസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അത് ഒരു നോർമൽ ബേസിനാണ് സിനിമ എടുത്തിരിക്കുന്നത്. സിനിമയുടെ ആ ഒരു പോക്കും കാര്യങ്ങളൊക്കെ അത് കണക്ക് തന്നെയാണ്. അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നുമില്ല. എല്ലാ A to Z കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോരുത്തർക്ക് വേണ്ടിയുള്ള ഒരു റെസ്പോൺസ് ഗംഭീരമായിരുന്നു. ഏറ്റവും മികച്ച റെസ്പോൺസായിട്ട് തോന്നിയത് ഇല്ല രാഗി എന്ന പോലെ ആരാണ്, മുള്ളൻ ചന്ദ്രപ്പൻ, സിദ്ദിഖിൻ്റെ കഥാപാത്രം. അതിന് ഭയങ്കര റെസ്പോൺസ് കണക്കുന്നത്. പിന്നെ മോഹൻലാൽ ലാലേട്ടൻ്റെ ഒരു അട്ടാറ് റെസ്പോൺസാണ് എൻട്രി സമയത്ത്. പിന്നെ നമ്മളെ മണിച്ചേട്ടൻ്റെ ഒരു ഇത്, പിന്നെ ജേത് ചേട്ടന് ഒരുപാട് റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ എല്ലാവരും നല്ല ഇതായിരുന്നു. പിന്നെ മോഹൻലാലിൻ്റെ എൻട്രി സീനാണ് ഏറ്റവും കൂടുതൽ തീ പാറിപ്പിച്ചുള്ളത്. മികച്ച ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ നമ്മളെ ജേത് ചേട്ടനായിരുന്നാലും പിന്നെ ആ ഒരു നമ്മുടെ കലാഭവൻ മണിക്കായിരുന്നാലും നല്ല ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിദ്ദിഖ് നല്ല റെസ്പോൺസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി സിനിമ കണ്ട സമയത്താണെങ്കിൽ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നി. ആ ഒരു പഴയ കാലഘട്ടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, അതിനകത്തിട്ട് വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ. ഈ സിനിമയ്ക്കൊരു കാര്യമുണ്ട്, ഇനി 50 കൊല്ലം കഴിഞ്ഞിറക്കിയാലും ഈ സിനിമയുടെ ഒരു വൈബ്രേഷൻ കാണൊക്കെ നമുക്ക് കാണിക്കും. എത്ര കൊല്ലം കഴിഞ്ഞ് ഈ സിനിമ ഇനി ഇറക്കിയാലും ആ ഒരു മുഷിപ്പ് നമുക്ക് തോന്നില്ല. കാരണം കോമഡി എലിമെൻ്റ് വെച്ചാൽ പീക്ക് ലെവൽസാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ ഷക്കീല എന്ന് പറഞ്ഞ നമ്മുടെ ഒരു നായികയ്ക്കുണ്ട്. അവർക്കൊക്കെ ഒരു പ്രാധാന്യമുള്ള ഒരു വേഷം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അത് കാണാൻ വേണ്ടി പറ്റി. അവർക്കൊക്കെ ഒരു അത്യാവശ്യം നല്ലൊരു വേഷം ഈ കഥയ്ക്കും ആയിട്ട് നിൽക്കുന്ന ഒരു വേഷം കൊടുത്തിട്ടുണ്ട്. വലിയ വേഷം ഉണ്ടെങ്കിൽ പോലും അവരെ ഉൾക്കൊള്ളിച്ചത് അൻവർ റഷീദിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അത് സമ്മതിക്കേണ്ട ഒരു കാരണം. അവരെയൊക്കെ ഉൾപ്പെടുത്തിയ സിനിമ തയ്യാറാക്കി. പിന്നെ വിനായകനായിരുന്നാലും കലാഭവൻ മണിയൊക്കെ ആയിരുന്നാലും അവരുടെയൊക്കെ ഒരു പ്രകടനങ്ങളൊക്കെ നമുക്കിന്നും ഒരു പുതുമയാണെന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ ബേസിക് തീമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സംഭവം ഒരു ലോക്കൽ ഗാങ്സ്റ്റേഴ്സും ഒരു കൊച്ചിയിലെ ബിഗ് ടീമും തമ്മിലുള്ള ഒരു സംഘർഷം, വാറ്, അവിടെ നമ്മൾ ക്ലാഷും കാരണമൊക്കെയാണ് സിനിമ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പിന്നെ ചിലയിടങ്ങളിൽ രണ്ടുപേരെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്നത് കണ്ട സമയത്ത്, ഒന്ന് റോണി ഡേവിഡിനെയും പിന്നെ നിഷാ സാരംഗാണെങ്കിൽ അതിനകത്ത് കലാഭവനയുടെ വൈഫായിട്ട് അഭിനയിക്കുന്നത്. വൈഫായിരിക്കും, അവർ വീട്ടിലൊരു പെണ്ണായിട്ട് അഭിനയിക്കുന്നത് വൈഫായിരിക്കും പൊതുവെ. പിന്നെ റോണി ഡേവിഡാണെങ്കിൽ നമ്മുടെ സിദ്ദിഖൊക്കെ ഈ ഒരു പൈസ പിടിക്കാൻ വേണ്ടി പോകുന്ന സീനുണ്ട്. അവിടെ ഒരു ഓറഞ്ചോ യെല്ലോ ഷർട്ടിട്ടൊക്കെ നിൽക്കുന്നത് റോണി ഡേവിഡാണ്. അതിന് വളരെ ഇത്രയും വർഷം കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നില്ല. പക്ഷെ ഇന്നത് കാണാൻ വേണ്ടി പറ്റി. പിന്നെ കോമഡി എല്ലാവരും തകർത്തായിരുന്നു. നമുക്ക് ഈ രാജൻ പി ദേവിനെയും കൊച്ചിൻ ഹനീഫിനെയും കണ്ട സമയത്താണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു
വിഷമമായി. പിന്നെ ഒരു കലാഭവനിലുള്ള ആ ഒരു പുള്ളി അദ്ദേഹത്തെയും കണ്ടെത്തുമ്പോഴൊക്കെ ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഭാവനയെ പറ്റി അറിയില്ല, ഭാവന ഒരു മികച്ച പ്രകടനം കാണിച്ചിരുന്ന ഒരു കഥാപാത്രങ്ങളൊക്കെ ഭാവനയുടെ ഒരു മികച്ച പ്രകടനം കാണാൻ വേണ്ടി പറ്റി. ഭാവന നൈസായിരുന്നു. പിന്നെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കോമഡികളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റി. ജീവിതത്തിലെ കോമഡികളൊക്കെ കാണിക്കാൻ നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റി. പിന്നെ നമ്മുടെ ഈ ഒരു രാജൻ പി ദേവിൻ്റെ പുള്ളിയുടെ കോമഡിയൊക്കെയാണ് വേറെ ലെവൽ സംഭവങ്ങളൊക്കെ. പുള്ളി വേറെ ലെവൽ ചെന്നു. പിന്നെ ആശാനായിട്ട് നമ്മളെ സായി കുമാർ, അദ്ദേഹത്തിൻ്റെ പ്രകടനം വേറെ ലെവലാണ്. പിന്നെ ബിജുക്കുട്ടൻ, അത് സൂപ്പറായിരുന്നു. ഈ നമ്മുടെ സായി കുമാറാണെങ്കിൽ ഒരുപാട് കോമഡി, ഇമോഷൻസ്, അങ്ങനത്തെ ഒരു മിക്സഡ് പെർഫോമൻസാണ് കാണിച്ചിരിക്കുന്നത്. അത് ഗംഭീരമായിരുന്നു. പിന്നെ ഈ മോഹൻലാലിൻ്റെ സൗന്ദര്യമണ്ഡപം രണ്ടുപേരുടെ പെർഫോമൻസും കാരണമൊക്കെ അതും വേറെ ലെവലായിരുന്നു. പിന്നെ ഈ ഒരു ബിജുക്കുട്ടൻ, ഈ പുള്ളിയുടെ കോമഡിയാണ് കോമഡി. പുള്ളി എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പുള്ളി വേറെ ലെവലിൽ സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത്. കോമഡി വെച്ച് ഇതൊക്കെയാണ് കോമഡികൾ. ബിഗിനിങ് തൊട്ട് എൻഡ് വരേക്കും ബിജുക്കുട്ടൻ മറ്റേ ഹാപ്പി ബർത്ത്ഡേ ടു എന്നൊക്കെ പറഞ്ഞ ആ ഒരു സീനെ കൊണ്ടുവന്നത് ഇതേ സമയത്താണെങ്കിൽ ഭയങ്കര ഒരു കയ്യടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വേറെ ലെവൽ സംഭവമാണ് കാണാൻ വേണ്ടി പറ്റി. പിന്നെ ഈ സിനിമയിൽ നമ്മുടെ ഇയാൾ വരുന്നുണ്ട്, ഭീമൻ രഘുവിൻ്റെ എൻട്രിയൊക്കെ മാരക എൻട്രിയൊക്കെ ആയിരുന്നു. മാരക എൻട്രി കാണിച്ചു വന്നിട്ട് പിന്നെ കോമഡി പീസാണ് വേണം അങ്ങോട്ട് ചിരിപ്പിക്കാൻ വേണ്ടത്. കോമഡീസ് ചിരിപ്പിക്കാൻ തന്നെ ചെയ്തു. ചിരിപ്പിക്കാൻ വേണ്ടി നമ്മളെ മാക്സിമം നമ്മളെ ഒരു നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഒരുപാട് വില്ലത്തരം പ്ലസ് കോമഡി സീൻസൊക്കെ പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മുടെ ലാലേട്ടൻ്റെ കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന കുറേ സ്റ്റിൽസൊക്കെ ഉണ്ട് ഇതിനകത്ത്. സ്ലോ ഫേസിൽ വരുന്ന കുറേ ലുക്ക്, അങ്ങനത്തെ യങ് ഒരു വെർഷൻ ലാലേട്ടൻ എന്ന് വെച്ചാൽ പുള്ളിയുടെ കോസ്റ്റ്യൂം ആയിരുന്നാലും ആ ഒരു ബൈക്കിൽ വന്ന സീക്വൻസൊക്കെ ആയിരുന്നാലും പുള്ളിയുടെ ആ ഒരു യങ് വെർഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റി. അത് അടിപൊളിയായിരുന്നു. ആ ഒരു ചില രംഗങ്ങളൊക്കെ കൊണ്ട് ഷോട്ടൊക്കെ ഇതിനകത്ത്. പിന്നെ ഫൈറ്റ് സീക്വൻസുകളൊക്കെ കിട്ടില്ല. ഫൈറ്റ് സീക്വൻസാണ്. ഇപ്പോൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിച്ചേട്ടൻ വിനായകൻ ഫൈറ്റ് സീനായിരുന്നാലും ലാലേട്ടൻ ഫൈറ്റ് സീൻസൊക്കെ ആയിരുന്നാലും എല്ലാം സൂപ്പറാണ്. പിന്നെ ഇനി പൊതുവെ ഒരു കാര്യം പറയാം, എൻജോയ് തന്നെയാണ് കണ്ടത്. ഒരു രീതിക്കുള്ള ലാഗടിയോ കാര്യങ്ങളൊന്നുമില്ല. ഇന്നും ആ ഒരു പുതുമയോടുകൂടി കാണാൻ വേണ്ടി പറ്റി. നമ്മളൊക്കെ ഒരു 100 തവണയെങ്കിലും ഈ പടം കണ്ടു കാണും. എത്ര തവണ കണ്ടാൽ ഈ സിനിമ മടുക്കത്തില്ല. ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ പോയി കാണാൻ എനിക്ക് വേണമെങ്കിൽ. അതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. ഒരു എവർഗ്രീൻ ഹിറ്റാണ് ഈ സിനിമ. ഇനി 50 കൊല്ലം കഴിഞ്ഞ് നിറയ്ക്ക് നോക്കിയാലും ആ തലമുറയ്ക്ക് അത് ഇഷ്ടപ്പെടും. അതുകൊണ്ടൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ക്രിയേറ്റീവായിട്ട് ഇത് വെച്ചിരിക്കുന്നത്. വേറെ ലെവൽ സംഭവം ചെയ്ത് വെച്ചിരിക്കണം. കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ലൻ ഐറ്റം ചെയ്ത് വെച്ചിരിക്കണം. ഒരിക്കലും മടുക്കാത്തൊരു സിനിമയാണ് ഈ ഒരു ചോട്ട മുംബൈ എന്ന് പറഞ്ഞ ഈ സിനിമ. പിന്നെ ഇത്രയും ഒരു രീതിക്ക് ഈ ഒരു സിനിമ ഇറക്കി തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമുക്കിനി ഈ പടം കാണാൻ വേണ്ടി പറ്റിയതുള്ളൊരു ഭാഗ്യം തന്നെ. നമുക്കൊന്നും അന്നത്തെ കാലത്ത് തിയേറ്ററിൽ പോയി കാണാൻ വലിയ ഒരു സൗകര്യം നമുക്ക് കിട്ടി. പക്ഷേ ഇത് നമുക്ക് നാട്ടിൽ എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റിയ ഒരു കണക്കിനടുത്ത് വെച്ചേക്കുന്ന വേറെ ലെവൽ സംഭവമായിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റി, കോമഡി എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ചോട്ട മുംബൈ റിലീസ് നിങ്ങൾ പോയി കാണുന്ന ഞാൻ പറ്റില്ല. കാരണം മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. കാരണം നമുക്ക് അന്ന് ഈ പടം കാണാൻ വേണ്ടി പറ്റി. പക്ഷേ ഇന്നൊരു അവസരം വന്നിരിക്കണം. അതുകൊണ്ട് ആരും മിസ്സാക്കാതെ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. പലയിടങ്ങളിലൊക്കെ ഈ ഷോയ്ക്ക് എക്സ്ട്രാ ഷോയൊക്കെ വെച്ചിരിക്കണം. എക്സ്ട്രാ ആയിട്ട് ഭയങ്കര തിരക്കും കാരണമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് വൺ ഹിറ്റാണ്. കാരണം ഇത്രയും ഒരു എവർഗ്രീൻ സിനിമയ്ക്ക് ഇന്ന് ഒരു സംഭവം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു കഴിവ് തന്നെയാണ്. ആ ഒരു കാര്യം വെച്ച് ഇന്ന് ഒരു പുതിയ സിനിമ നമുക്കിത് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നിങ്ങൾ മസ്റ്റായിട്ട് ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ഒരു കളക്ഷൻ ഈ സിനിമ ഇടുമെന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണലി നല്ലൊരു കളക്ഷൻ റെക്കോർഡിങ് കാരണക്കാർ ഇടാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഈ സിനിമ മസ്റ്റായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി പറ്റിയത് ഒരു അവസരമാണത്, പാഴാക്കരുത് ആരും. ആ ഒരു കാര്യം വെച്ച് മസ്റ്റായിട്ട് പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. സിനിമ ഒരു വൈബ് എൻജോയ് ചെയ്യുക. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇത്ര പറയാൻ പറ്റുള്ളൂ. ഇതാണ് ചോട്ട മുംബൈനെ പറ്റി എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ. നല്ലൊരു മികച്ച ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റി. കോമഡി എല്ലാം കൊണ്ടും നല്ലപോലെ എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റിയൊരു സിനിമയായിരുന്നു ഈ ഒരു ചോട്ട മുംബൈ എന്ന് പറഞ്ഞ ഒരു സിനിമ. സോ ആ ഒരു കാര്യം വെച്ച് ഇതാണ് ചോട്ട മുംബൈനെ പറ്റി എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് എല്ലാവരും ഒന്നും കൂടെ ആ പടം ഒന്ന് പോയി കണ്ട് എൻജോയ് ചെയ്യുക. അത് മാത്രം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ തിയേറ്ററിൽ പോയി നല്ലപോലെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ഫീൽ എൻജോയ് ചെയ്യുക. സോ ആ ഒരു കാര്യം വെച്ച് ഇതാണ് ചോട്ട മുംബൈനെ പറ്റി എനിക്ക് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.